ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനും അതുപോലെ തന്നെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ, അതായത് അവരുടെ കറണ്ട് ഫീലിങ്സ്, ചിന്തകൾ അങ്ങനെയൊക്കെയുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കുള്ള ഗൈഡൻസും നോക്കാം കേട്ടോ. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഗൈഡൻസും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനും ഒരു എനർജിക്കും ഇവിടെ ടെംപ്റ്റേഷനും അതുപോലെ ഈ ഒരു കാർഡുമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ എനർജിക്ക് കണക്റ്റായിട്ട് വന്നിട്ടുള്ള കാർഡുകളാണ് ലൈറ്റും ഫെർട്ടിലിറ്റിയും. ഓക്കെ, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ക്യൂൻ ഓഫ് വാൻഡ്സ് റിവേഴ്സ്ഡ് ആണ്. കറണ്ട് സിറ്റുവേഷൻ. ടു ഓഫ് പെൻഡക്കിൾ. ഫീലിങ്സ്, തോട്ട്സ് എന്താണെന്ന് നോക്കാം, അവരുടെ ചിന്ത എന്താണെന്നുള്ളത്. കിങ് ഓഫ് കപ്സ് ആണ്. 3 ഓഫ് സോർട്സ് ആണ്. അവരുടെ ഫീലിങ്സ്, ചിന്തകൾ. ഹൈ പ്രീസ്റ്റസ്, എംപ്രസ്. നെക്സ്റ്റ് ആക്ഷന് വേണ്ടിയിട്ട് ഒരു 2 കാർഡ്സും കൂടെ. ഹെർമിറ്റ് റിവേഴ്സ്ഡ് ആണ് കേട്ടോ. 7 ഓഫ് സോർട്സ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കാർഡ് ടെംപ്റ്റേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതായത് സിറ്റുവേഷൻ വേറെന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അവർക്ക് ജഗ്ലിംഗ് ആണ്, ഒരു ബാലൻസ് ഇല്ലായ്മയാണ്. അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്ന സിറ്റുവേഷനും അവരുടെ വേറെ എന്തോ ഒരു സിറ്റുവേഷനും അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു ബാലൻസ് ഇല്ലായ്മ, ഒരു ജഗ്ലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അവർക്ക് ചോയ്സ് എടുക്കാനോ ഡിസിഷൻ എടുക്കാനോ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് അവനവൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അതൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. ലൈഫിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ തന്നെയാണ്. ആ സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ക്യൂൺ ഓഫ് വാൻഡ്സ് ഇവിടെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. ഉള്ള ധൈര്യമൊക്കെ ചോർന്നു പോവുക. പ്രത്യേകിച്ചിട്ട് അവർക്ക് ഒന്നിനുള്ള ഒരു നമ്മളെന്താ പറയുക, എന്തൊക്കെയോ ഒരു അവസ്ഥ, ഒരു സ്ട്രെസ്ഫുള്ളാണ്. മൈൻഡ് കൊണ്ട് അവർ സ്ട്രെസ്ഫുള്ളാണ്. അവർക്ക് ഇങ്ങനെ ഡിസിഷൻ ഒന്നും കറക്റ്റായിട്ട് എടുക്കാനുള്ളതൊന്നും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഫീലിങ്സ് നോക്കുന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ 3 ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്.
3 ഓഫ് സോട്ട്സും അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി, ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ബാലൻസ് ഇല്ലായ്മ, ഇതെല്ലാം ഒരു കൺട്രോളിലേക്ക് വരിക. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളടുത്ത് ഒരു തീരുമാനം പറയുകയാണെങ്കിൽ അവർക്കത് പാലിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് വേറെ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് ആ സിറ്റുവേഷന് അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടി വരുന്നത്, ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടി വരുന്നത്. എന്തോ ഒരു സംതിങ് കുറച്ച് നിങ്ങളെക്കാൾ കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വരുന്നത്. ആ ഒരു സ്റ്റാൻഡിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് മാറ്റി മാറ്റി പറയേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ വേറെ രീതിക്ക് കാണിക്കേണ്ടി വരിക, മിണ്ടാതെ നിൽക്കേണ്ടി വരിക, ഷൗട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, അങ്ങനത്തെയൊക്കെയത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് അവർക്ക് സ്റ്റെബിലിറ്റി വേണം. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അത് പാലിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെയുള്ള ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അവരുടെ വാക്കിലായാലും ലൈഫിലായാലും അവർക്കില്ല. സോ അത് അവർക്ക് എന്തായാലും വേണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ആൻഡ് അവരുടെ ഒരു ഫീലിങ്സ് സംതിങ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്കില്ല. ഓക്കെ, അതായത് തലകൊണ്ടും അവർക്കൊരു ചിന്തിച്ചാലും ഒന്നും കിട്ടാത്തൊരവസ്ഥ, ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഈ കാർഡ്സ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഓക്കെ, അതായത് അതിൽ പോലും അവർക്കൊരു ബ്ലോക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് ഏത് വശമാണ് ചിന്തിച്ച് മൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ വശം ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്, അവിടെ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ മാറ്റി നിർത്തി ഇവിടെ വരുന്ന ഭവിഷ്യത്ത് എന്താണ്, ഇതൊക്കെയാണ് അവരുടെ ചിന്തകളിലുള്ളത്. എന്നാൽ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുത്ത് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഈ പേഴ്സണ് സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓഫ് പെൻഡക്കിളും ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നത്. ഓക്കെ, അവനവൻ്റെ ലൈഫിൽ അവനവന് പ്രിയോറിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഈ പേഴ്സൺ വളരെ നീറ്റായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വേറെ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശരിക്കും റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണ് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു, എന്താ പറയുക, മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെയുള്ളത്. അത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായ സമയത്ത് നിങ്ങൾ ചിലത് പറഞ്ഞത് അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പം ഇവരായിരിക്കാം തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, പക്ഷെ ആ സമയത്ത് പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ രീതിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്നാകാം ഒരു ചീറ്റിംഗ് എനർജി ഉണ്ടായതും അതിൻ്റെ പേരിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായതും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയതൊക്കെ മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അത് ഹീലായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ റിലീസായിട്ട് പോകുന്നില്ല. ഓക്കെ, നിങ്ങളോടൊപ്പം ഒരു സ്നേഹം തോന്നിയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നിയാലും അവർക്ക് ആ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളോ ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കയറി വരിക. ഓക്കെ, ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അപാകത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലൊരു പ്രോബ്ലം പോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും. അതായത് ഓപ്പണായിട്ട് പരസ്പരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവുമായിരിക്കും. അതായത് ഇപ്പം ഈ പേഴ്സൺ ഇവരുടെ പ്രശ്നങ്ങൾ നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറയുകയാണ്, ഇന്നതാണ് എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ സിറ്റുവേഷൻ, സോ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാം ഒന്ന് ഓപ്പണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾ ആ ഒരു രീതിക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പേഴ്സൺ ഇതൊന്നും പറയാതെ റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുന്നൊരു എനർജി ഉണ്ട്. സ്വന്തം ആയിട്ട് ഇങ്ങനെ നിൽക്കുക, അതായത് ഒരു ആരെയും കടത്തി വിടുന്നില്ല, ഒരു ബൗണ്ടറി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേറെ ആരും വരണ്ട എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഈ തേർഡ് പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കുക, അത്ര മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും ഈ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അവർക്ക് കൊടുക്കുന്നില്ല. കാരണം ഇവിടെ ഇവരുടെ പകുതിയായിട്ട് ചിന്തിക്കുന്നത്, അതായത് എന്തോ ഒരു മിസ്സിംഗ് പാർട്ടായിട്ട് ഇവരുടെ ലൈഫിൽ ചിന്തിക്കുന്നത് നിങ്ങളെയാണ്. സോ ആ നിങ്ങൾക്ക് തരുന്ന ആ ഒരു
പ്രിയോറിറ്റി ടൈം കാര്യങ്ങളൊന്നും ഈ തേർഡ് പാർട്ടി കൊടുക്കുന്നില്ല. പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ, എനർജി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫീലിങ്സും തോട്ട്സൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ചിന്തകളൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. ആ ഒരു ജഗ്ലിങ് കാരണം അവർക്ക് തന്നെ ഒരു ആൻസർ കിട്ടാത്ത അവസ്ഥയാണ് അവരുടെ ലൈഫിൽ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോഡ്സ് ആണ്. ആൻഡ് ഇവിടെ 10 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഈ ജഡ്ജ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് പോലും ഈ ഒരു ജഡ്ജ്മെൻ്റ് സ്റ്റേജ് ആയിട്ടായിരിക്കും. ഓക്കെ, അതായത് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മൾക്കുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് പല പാഠങ്ങളും പഠിക്കാനും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചിലത് നമ്മൾ എന്താ പറയുക പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം നമുക്ക് കിട്ടുമല്ലോ, കർമ്മ എന്ന് പറയും. ആ രീതിക്കൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ വരും. ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻഡക്കിൾ കണ്ടോ, പൂർത്തീകരണമാണ്, ഫുൾഫിൽമെൻറ്റ് കാർഡാണിത്. ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകും, പക്ഷെ അതിന് ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ടൈമിങ് അല്ലെങ്കിൽ ഒരു ഡിവൈനിങ് ടൈം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് കേട്ടോ. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഫസ്റ്റ് വന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ്. ഇതൊരു വിക്ടറി സക്സസിൻ്റെ ഒരു കാർഡാണിത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയൊരു ആളായിട്ട്, അതായത് ഈ പഴയ സിറ്റുവേഷൻസിനെ എല്ലാം എടുത്തെറിഞ്ഞിട്ട് പുതിയൊരാളായിട്ട്, ഓക്കെ, അതായത് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇനി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഉള്ള തേർഡ് പാർട്ടികൾ ഇനി കടന്നു വന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇത് എല്ലാം ഒതുക്കി തീർത്തിട്ട് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വരിക, അതാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയിലാണ് എനിക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി കിട്ടിയിട്ടുള്ളത്. നെഗറ്റീവ് മീൻസ് അവരുടെ എനർജി വളരെ ലോ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, സിറ്റുവേഷൻ കൊണ്ട്. പക്ഷേ നിങ്ങളുടെ എനർജിയിൽ എനിക്കിവിടെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് മേ ബി നിങ്ങൾ ഇതിന് ക്ലാരിഫിക്കേഷനായിട്ട് കുറച്ച് കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം. നിങ്ങളിപ്പോൾ എല്ലാം തന്നെ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് ഒതുങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കാർഡ്സ് വന്നിട്ടുള്ളത്. 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ടു ഓഫ് പെൻഡക്കിൾ, 9 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. 6 ഓഫ് കപ്സ്, 4 ഓഫ് പെൻഡക്കിൾ. ഓക്കെ, ഇവിടെ ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കറണ്ട് പോയതാണ് കേട്ടോ. കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും അതുപോലെ അതിലൊരു ഈ പറ്റില്ല, ഇനി എനിക്ക് പറ്റില്ല ഇത് സഹിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു എനർജി, ആ എനർജിയിലേക്ക് നിങ്ങളിപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു എനർജിയിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ളൊരു റിവാർഡ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസറും കിട്ടും, അതിനുള്ളൊരു റിസൾട്ടും കിട്ടും എന്നിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി അത് ഇപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ഓഫറുകൾ വരുന്നുണ്ടാകാം, പുതിയ പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ടാകാം, ഈ റിലേഷൻഷിപ്പ് സൈഡായിട്ട് നിൽക്കുന്നുണ്ടാകാം, ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നുണ്ടാകാം. ആ സമയത്ത് നിങ്ങളിലേക്ക് വേറെ വ്യക്തികൾ കടന്നു വരുന്നുണ്ടാകാം, പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മുഖേനയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ, ആവശ്യമില്ലാത്തത് നിങ്ങൾക്കറിയാം, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഏതാന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇനി പഴയതുപോലെ ആവാൻ പാടില്ല. സോ അതുകൊണ്ട് നല്ല രീതിക്ക് ചിന്തിച്ച് മാത്രം
ചില ഡിസിഷൻസ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ടൈമും കൂടി ഒന്ന് കാത്തു നിൽക്കുക എന്നല്ല പറയുന്നത്. വേറെ ആളുകളെ ക്ഷണിക്കാതിരിക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാകും, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഫോക്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഹാപ്പിനെസ് നിങ്ങളിൽ തന്നെ കണ്ടെത്തുക. വേറൊരു വ്യക്തി ഉള്ളപ്പോൾ മാത്രമാണ് ഹാപ്പിനെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വ്യക്തികളില്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതി, ആ ഒരു ചിന്താഗതി ഫസ്റ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ മൂവ് ചെയ്യുക, നിങ്ങളിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പിന്നെയും ചെയ്ത കാര്യങ്ങൾ തന്നെ ആളുകളെ സെലക്ട് ചെയ്തിട്ട് ലൈഫിലേക്ക് സങ്കടങ്ങൾ വിളിച്ച് വരുത്താതിരിക്കുക. അതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. വരുന്ന ആളുകളിൽ നല്ലവരും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിക്ക് ചിന്തിച്ച് അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ ഒരുപാട് ചേഞ്ച് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഫെമിനിൻ എനർജിയാണ്, അതായത് ഒരു സ്ത്രീയുടെ ഇതെന്താന്ന് മനസ്സിലാക്കി നിൽക്കുക. ഓക്കെ, ആ ഒരു രീതിക്കാണ് ഫെമിനിൻ എനർജി വന്നിട്ടുള്ളത്. ഇപ്പോൾ മെയിലാണ് കാണുന്നതെങ്കിലും ഒരു ഫീമെയിലാണ് കാണുന്നതെങ്കിലും ഒരു ഫെമിനിൻ എനർജി കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഫെമിനിൻ എനർജി, ഒരു മെയിൽ എനർജി ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ സൈലൻ്റ് ആവേണ്ട സമയത്ത് സൈലൻ്റ് ആവുക, അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കേണ്ട സമയത്ത് ഒരു മദർ കെയറിങ് കൊടുക്കുക, അതൊക്കെ ഒരു ഫീമെയിൽ എനർജിയിൽ വരുന്നതാണ്. അതൊരു മെയിലിനും ഉണ്ടാകാം. ഓക്കെ, ഒരു കെയറിങ് കൊടുക്കുക, ഒരു മദറിനെ പോലെ നോക്കുക, അതൊരു മെയിലിനും ഉണ്ടാകും. സോ ആ ഒരു എനർജിയിലേക്കെല്ലാം വളരെ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഒരു ഒതുങ്ങി, എന്താ പറയുക, പഴയ ക്യാരക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ സങ്കടപ്പെട്ട് നിന്ന് ലൈഫിനെ സ്പോയിലാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്നും കുറച്ചൊരു പടി മുന്നോട്ട് നിങ്ങൾ കയറിയിട്ടുണ്ട്, നല്ല പോസിറ്റീവായിട്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എനർജി കാണുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.